വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് അർത്ഥം വരുന്ന ചീഫ് സെക്രട്ടറിയുടെ വിവാദമായ കത്തില് പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്. സർക്കുലര് അടിയന്തരമായി പിൻവലിക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വന്ദേമാതരത്തിന്റെ കാര്യത്തില് രാജ്യത്തിന് പ്രഖ്യാപിത നിലപാട് പണ്ടേയുള്ളതാണ്. പൂർണ്ണമായി ചൊല്ലുക എന്നത് ആർഎസ്എസിന്റെ നയമാണെന്നും എന്തിനാണ് ആർഎസ്എസിന്റെ നയത്തിന് കീഴ്പ്പെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. വിഷയത്തില് അടിയന്തരമായി ഇടപെടണമെന്നും സർക്കാര് ദുരഭിമാനം കാണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വഖഫ് ബോർഡ് നിയമന വിഷയത്തിലും പിണറായി വിജയൻ പ്രതികരിച്ചു. തങ്ങൾ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ബോർഡ് നിർമ്മിച്ചുകൊള്ളാം എന്ന് കോൺഗ്രസാണ് ആവശ്യപ്പെട്ടതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അതിന് കാരണം ആർഎസ്എസ് അജണ്ടയാണെന്നും എന്തിന് കീഴ്പ്പെടുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ലീഗ് മന്ത്രിയാണ്. ഇതില് പരം കീഴടങ്ങല് വേറെ ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. വിദ്യാഭ്യാസ രംഗം കൈപ്പിടിയില് ഒതുക്കാനാണ് ആർഎസ്എസ് ശ്രമം. തങ്ങൾക്ക് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കാനാണ് ആർഎസ്എസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. PM ശ്രീ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം ലക്ഷ്യമിട്ടുള്ളതാണ്. ആർഎസ്എസ് കഴുകന് കണ്ണോടെ നോക്കി നിൽക്കുന്നുവെന്നും അവർക്കുള്ള അവസരമാണ് ഒരുക്കി നൽകുന്നതെന്നും പിണറായി വിജയന് വിമർശിച്ചു. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലേണ്ടതില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇതുവരെ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലിയിട്ടില്ല. കോൺഗ്രസിന്റെയും UPAയുടെയും പരിപാടികളിൽ വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ആലപിച്ചിരുന്നത്. അതുതന്നെയാണ് തങ്ങളുടെ നയമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനായും പാടണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലേണ്ടതില്ല. ഞങ്ങളിതുവരെ പൂർണ്ണമായി ചൊല്ലിയിട്ടില്ല. സത്യപ്രതിജ്ഞയ്ക്ക് ചൊല്ലിയെങ്കിലും നിയമസഭയിൽ മുഴുവനും ചൊല്ലിയില്ല. ആ നയത്തിൽ മാത്രമില്ല. ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ സംബന്ധിച്ചു മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് പറയാം, മന്ത്രി പറഞ്ഞു. അതേസമയം വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോൾ ലോക്ഭവൻ നിർദ്ദേശപ്രകാരമാണ് സർക്കുലർ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹർ ഘർ തിരംഗ ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി. ഓഗസ്റ്റ് 9 മുതൽ 17 വരെയുള്ള വിവിധ പരിപാടികളിൽ വന്ദേമാതരം ആലപിക്കണമെന്നാണ് സർക്കുലറിലെ നിർദ്ദേശം. വന്ദേമാതരം മുഴുവനായും ആലപിക്കുന്നതിൽ ദേശീയതലത്തിൽ കോൺഗ്രസ് എതിർപ്പ് ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരമൊരു സർക്കുലർ പുറപ്പെടുവിച്ചത് ചർച്ചയായിട്ടുണ്ട്.